തരിമ്പ് തെളിവ് പോലുമില്ലാതെയാണ് ശബരിമല തന്ത്രിയെ 41 ദിവസം ഇരുട്ടറയിൽ അടച്ചത്. ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിന്ന ഒരാളെ കുടുക്കാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നാണ് ഇവിടെ KC വേണുഗോപാൽ പറയുന്നത്. വിശ്വാസികളെയും ഭക്തജനങ്ങളെയും വെല്ലുവിളിച്ച ഈ സർക്കാരിന് കാലം മറുപടി നൽകും. UDF അധികാരത്തിൽ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും നിരപരാധികളെ വേട്ടയാടിയ SIT നടപടിയെക്കുറിച്ചും ഉന്നത അന്വേഷണം നടത്തുക തന്നെ ചെയ്യും. ആരൊക്കെ സംരക്ഷിക്കാനാണ് ഈ നാടകം കളിച്ചത് എന്ന് അന്ന് ജനങ്ങൾ തിരിച്ചറിയും. ഇത് KC വേണുഗോപാലിന്റെ വെറും വാക്കുകളായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ ശപഥമാണ്. ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനിട്ടും കണക്കിനാണ് KC വേണുഗോപാൽ കൊടുത്തത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഇന്ന് തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. ആശുപത്രികളിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും ശത്രുക്കളായിട്ട് കാണുന്ന മന്ത്രിമാർ സ്വന്തം പരാജയം മറച്ചുവെക്കുകയും കൂടിയാണ്. 2 വർഷമായി നൽകാതിരുന്ന DA കുടിശ്ശികയിൽ ഒരു തുച്ഛമായ വിഹിതം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നൽകുന്നത് സർക്കാർ ജീവനക്കാരെ പരിഹസിക്കൽ കൂടിയാണ്. അതിലുപരി ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ PR ഏജൻസികൾക്ക് ചോർത്തി നൽകുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശങ്ങൾ അയക്കുന്നത് അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേ തലക്കലാണെന്നും അദ്ദേഹം തുറന്നടിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അദൃശ്യങ്ങൾ കൂടി കാണാം. അവിടുത്തെ മുഖ്യതന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്ത സംഭവം സത്യത്തിൽ ഇന്ന് അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർക്കുന്ന രീതിയിലായിരിക്കുകയാണ്. ജാമ്യ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 41 ദിവസത്തിനകം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്ന ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം, മറ്റു പ്രതികൾക്കെല്ലാം ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവിക ജാമ്യം ലഭിച്ചപ്പോൾ തന്ത്രിക്ക് 41 ദിവസം കൊണ്ട് ജാമ്യം ലഭിക്കത്തക്കവണ്ണമുള്ള സാഹചര്യമുണ്ടായത് കൃത്യമായിട്ടും ഒരുപാട് സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. കാരണം കോടതി വിധികളുടെ വായിച്ചു നോക്കുമ്പോൾ very significantly in the 2 crimes on hand, the crucial role of the petitioner as Tantri as Chief Priest of the Sri Ayyappa Temple at Sabarimala is evident from the opinion rendered on 18/6/2019, which has been extracted above. The aforesaid opinion, which is the anchor sheet of the entire case, an argument of the petitioner in the 2 crimes would clearly substantiate and establish the prima facie the bona fides of the petitioner in the entire matter. Very importantly, there is nothing on record for the matter, not even an iota of evidence from the side of the Special Investigation Team, SIT, to establish any positive involvement on the part of the petitioner in the illegal irregularity. അപ്പോൾ ഇത് പറയുന്നത് സത്യത്തിൽ അത്ര ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ നമ്മളെല്ലാവരും എടുത്ത് സ്റ്റാൻഡുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. എത്ര ഉന്നതരായാലും നിയമത്തിനതീതമായിട്ട് പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങളെല്ലാം എടുത്തു. പക്ഷെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മതിയായ തെളിവുകൾ ഉണ്ടായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു. ഇത് തന്ത്രി എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് ഒരു വൈകാരികമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹമായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകണം, അത് ആരും സംശയം ഉണ്ടാവില്ല. പക്ഷേ മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ആശങ്ക ഞങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്ത് അന്നും പങ്കുവച്ചിരുന്നു. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു. ഈ കേസിൽ അകപ്പെട്ട മുൻ 2 ദേവസ്വം പ്രസിഡന്റുമാരുടെ ജാമ്യ വിധികളുമായി ബന്ധപ്പെട്ട് ഈ വിധിയും നോക്കിയാൽ കൃത്യമാണ് SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നു.
അതിൽ കൃത്യമാണ് സംഭവം നമുക്കറിയാം. ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തിട്ടൂരങ്ങൾക്ക് നിൽക്കാതെ ശബരിമലയുടെ പവിത്രതയെയും പരിപാവനതയെയും വിശ്വാസ ലക്ഷങ്ങളുടെ വിശ്വാസത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിയിട്ടുള്ള സത്യത്തിൽ അവിടേക്ക് യുവതികളെ അമ്പലത്തിനകത്തേക്ക് പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി കടത്തിവിടാനുണ്ടായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ നടയടച്ചു പോകേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായി. അതിനുള്ള വൈരാഗ്യം തീർക്കാൻ, ആ പക തീർക്കാൻ, സർക്കാരിന്റെ പദ്ധതി പൊളിച്ചതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് തള്ളിക്കളയാനാവുന്നതാണോ? ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ അത് തള്ളിക്കളയാനാവുന്നതാണോ? സർക്കാർ ഇതിന് മറുപടി പറയണം, SIT ഇതിന് മറുപടി പറയണം. കാരണം മുൻപുണ്ടായിരുന്ന പൂർവ്വവൈരാഗ്യത്തിന്റെ പുറത്ത് അതും വിശ്വാസ ലക്ഷങ്ങൾക്ക് മനസ്സിന് വേദനിപ്പിച്ച ഏറ്റവും സങ്കടകരമായ കാര്യം യുവതീ പ്രവേശത്തിന്റെ പേരിൽ ഉണ്ടായിട്ട് അവിടേക്ക് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ അങ്ങോട്ടേക്ക് കയറ്റിവിട്ട് ശബരിമല അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചവർ, അതിന് നിൽക്കാത്തതിന്റെ പേരിലുള്ള വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ പുരോഹിതനെ, മേൽശാന്തിയെ, തന്ത്രിയെ 40 ദിവസം ജയിലിൽ കടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് ഒരിക്കലും തീരാത്ത പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതായിരിക്കും മിസ്റ്റർ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും, സംശയം വേണ്ട. രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ വിചാരിച്ചാൽ അതെല്ലാം അംഗീകരിച്ചു തരുന്നവരല്ല കേരള സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾ ആരും നിയമത്തിൽ ഇടപെട്ടിട്ടില്ല. സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ആശങ്ക അന്നും പറഞ്ഞിരുന്നു, മതിയായ തെളിവുകൾ കൂടിയാണോ അറസ്റ്റ് ചെയ്യുന്നത് ഉറപ്പുവരുത്തണമെന്ന്. പക്ഷെ അത് ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം കരുതി. ഇപ്പോൾ കോടതിയുടെ ഒബ്സർവേഷൻ കൂടി വന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു അയോട്ടോ കണിക പോലുമില്ല, തെളിവിന്റെ കണിക പോലുമില്ലാതെ ഇദ്ദേഹത്തെ പോലുള്ള ഉന്നതനായിട്ടുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ വിശ്വാസി ലോകത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ്. ഇത് പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഇവരുടെ കാര്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തിനെങ്കിലും എതിരിൽ നിന്നു പോയാൽ, വിശ്വാസങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശബരിമല അടച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ല, അപ്പോൾ PS ശ്രീധരൻപിള്ള 2 ദിവസം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് തന്ത്രി ഇത്തരത്തിൽ. അല്ല, അതെനിക്കറിയില്ല, അത് തന്ത്രിയാണ് പറയേണ്ടത്. ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകം ശ്രീധരൻപിള്ള വിശദീകരിക്കട്ടെ. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തന്ത്രിയാണ് പറയേണ്ടത്. പക്ഷേ കേരളത്തിൻ്റെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് വിശ്വാസികളുടെ പൊതുവായ ജനവികാരം. കാരണം അവിടെ അന്ന് കയറിയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അപ്പോൾ ആ തന്ത്രി ആ സമയത്ത് അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ ഇതുപോലെ തന്നെ പൂജ ചെയ്ത് പരിചയമുള്ള ആളാണ്, താന്ത്രിക വിദ്യകളിലൊക്കെ തന്നെ മുന്നിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമായിരിക്കും, ആ തീരുമാനമാണെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റു പറഞ്ഞ കാര്യങ്ങൾ തന്ത്രിയാണ് മറുപടി. കേസ് ഈ 2 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ അധികാരമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കും. തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത്. അല്ല, അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇത് കോടതി, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന SITയുടെ പോലും വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളടക്കം പൂർണ്ണമായിട്ടും അന്വേഷണ വിധേയമാക്കുക തന്നെ ചെയ്യും. ഈ SIT കോടതി രൂപീകരിച്ച ഒരു അന്വേഷണ സംഘമാണ്, എന്നാലും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അല്ല, അത് ആ കോടതിയിൽ തന്നെ പോകാലോ. അത് പല മാർഗങ്ങളുണ്ടല്ലോ, വരട്ടെ. സമയം വരുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. അല്ല, മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല ശബരിമല. തന്ത്രിയുടെ ഒരു ദൈനംദിന ഇടപെടലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അറിവുകൾ സമ്മതമൊന്നും ഇല്ലാതെ ഈ കട്ടളപ്പാടകളൊക്കെ അതല്ല, അത് കൃത്യമായിട്ട് ആ വിധിയിൽ അതും പറയുന്നുണ്ട്. ദൈനംദിന ഇടപെടലെന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളിലും അവിടുത്തെ ആത്മീയ കാര്യങ്ങളിലുമാണ്. അവിടുത്തെ ഇടപാടുകളിലും കാര്യങ്ങളിലും ദൈനംദിന ഒരു റോളും അവസാന വാക്ക് തന്ത്രിയാണ്. അല്ല, തെറ്റാണ്. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അതുപോലെ ചോദിക്കുന്നത്, ഒരു ജുഡീഷ്യൽ ഇൻസ്പെക്ഷൻ നടന്നല്ലോ. നമ്മളിപ്പോൾ അതിനകത്ത് വാഗ്വാദം വേണ്ട. ഞാൻ അതിനകത്ത് എക്സ്പെർട്ടല്ല, നിങ്ങളും എക്സ്പെർട്ടല്ല. നിയമപരമായ ഒരു കാര്യം നടന്നല്ലോ. കോടതിയുടെ ഒബ്സർവേഷനാണിത്.
കോടതിയുടെ മുമ്പാകെ തെളിവുണ്ടെങ്കിൽ കോടതി അത് പറയേണ്ടി വരുമല്ലോ. കോടതിയുടെ മുമ്പാകെ തെളിവ് കൊടുക്കാത്തത് ആരുടെ ഉത്തരവാദിത്തമാണ്? അപ്പൊ തെളിവില്ലാത്തതുകൊണ്ടല്ലേ? അതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ കൂട്ടത്തോടെ ഇപ്പോൾ കളം മാറിയിരിക്കുകയാണ്. ഈ ശ്രീധരൻപിള്ളയുടെ കളം മാറില്ല. എന്റെ പഴയ ബൈറ്റ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബൈറ്റിൽ ഞാൻ ഇതേ കാര്യം പറയുന്നു. നിയമത്തിന് അതീതരായിട്ട് ആരുമില്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. പക്ഷേ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മതിയായ തെളിവുകളോടെ ആണോ എന്നുള്ളത് SIT ഉറപ്പുവരുത്തിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ തെറ്റ്? അതല്ലേ പറയേണ്ടത്. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ രേഖയുണ്ട്. മതിയായ തെളിവോടെ അല്ല, അയോട്ട പോലും ഇല്ല, തെളിവിന്റെ കണിക പോലും ഇല്ലാന്ന്. പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ കളം പറയുന്നതായിട്ട് മാറുന്നത് എന്ത് പറയേണ്ടത്? ഒരു മനുഷ്യനെ പിടിച്ച് ഇങ്ങനെ അകത്തിടുന്ന നിരപരാധിയെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ആ പോലീസുകാർക്കെതിരെ നടപടി വേണ്ടേ? തീർച്ചയായിട്ടും വേണ്ടേ. അല്ല, അതിപ്പോ എന്തായാലും തുടർ കേസുകളിൽ ഉണ്ടാവുമല്ലോ. ഇതിനകത്ത് അതല്ല പ്രശ്നം. ഇത് കൃത്യമാണ്. ഇത് യുവതീ പ്രവേശത്തിന്റെ നിലപാടിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഏറ്റവും വലിയ ഗൗരവതരമായ കാര്യം. അത് തന്ത്രി പറയുന്നു, അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് അതിൻ്റെതായിട്ട് പശ്ചാത്തലമാണ് ഈ കേസിൽ ഇങ്ങനെ ഈ വിധിയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. SIT അന്വേഷണം പരാജയപ്പെട്ടു, അങ്ങനെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര ഏജൻസി അതും ഹൈക്കോടതിയാണ് ഈ കേസല്ലേ. ഹൈക്കോടതിയുടെ മുന്നിൽ ഇതെല്ലാം പോയി. അവർ വളരെ സിൻസിയറായിട്ടാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ മുന്നിലെല്ലാം പോകില്ല. ഈ കോടതി വിധിയും പോകും. എന്തായാലും മനസ്സിലാവും. അപ്പോൾ അത് SITയുടെ ഭാഗത്ത് പാകപ്പിഴ ഉണ്ടായിട്ടുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ട കോടതി മോണിറ്റർ ചെയ്യുന്ന CBI, വെറും CBI അല്ല ഞങ്ങൾ പറയുന്നത്. കോടതി മോണിറ്റർ ചെയ്യുന്ന CBI ആണ് ഞങ്ങൾ പറയുന്നത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി കിടക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചികിത്സാ പിഴവിലേക്ക് കേസ് ചെയ്യാൻ നമ്മുടെ കോർഡിനേറ്റ് സംഭവമാണ് വണ്ടാനത്ത് സംഭവിച്ചെന്നുള്ളതാണ് CPI സംസ്ഥാന സെക്രട്ടറിയുടെയും സജീവ് ചെറിയാൻ മന്ത്രിയുടെയും പ്രതികരണം. ഇന്ന് നടത്തിയ പ്രതികരണമാണ്. ഈ സംഭവങ്ങൾ സർക്കാരിനെതിരെ പ്രതികരിച്ച് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്, പിന്നിൽ UDF ആണെന്നൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്താണ് അങ്ങനെയുള്ള പ്രതികരണം? ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഇതിൻ്റെ കുഴപ്പം അതാണ്. ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടിയെടുത്ത് എഫക്റ്റഡായ ആൾക്ക് എല്ലാ ആശ്വാസവും കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഈ സംഭവത്തെ ഉയർത്തി കാണിക്കുന്നവരെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തി അവരെന്തോ ഗൂഢാലോചന നടത്തി കേരളത്തെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അനുദിനം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ചെയ്യുന്നവരെ ന്യായീകരിക്കുക ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇവര് ഈ മാധ്യമങ്ങളെ ഞാനിത് കണ്ടു. കുറെ ആളുകൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം മാധ്യമങ്ങളോടൊക്കെ പറയുന്ന ഭാഷ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ആളുണ്ട് എന്നുള്ള ചിന്ത ചെയ്യുന്നവർക്ക് മനസ്സിലുണ്ടാക്കുന്നത്. അവർക്ക് പറയാൻ പറ്റും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. നിങ്ങൾ ഇന്നലെ തന്നെ ഞാൻ കണ്ടു പല ചാനലുകളും. 1, 2 എത്ര അന്വേഷണ കമ്മീഷനിൽ ഈ ആരോഗ്യമന്ത്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്? 43. ഓരോ സംഭവത്തിനും ഈ 43-ൽ എവിടെയാണ് ആക്ഷൻ ഉണ്ടായത്? മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാ ചാനലുകളിൽ നിന്ന് വിളിച്ചു എന്നെ രാത്രി തന്നെ ഞാൻ പറഞ്ഞു 24 മണിക്കൂറിനകം ആക്ഷൻ ഉണ്ടാകില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ഈ കാര്യം അത്രയും ഇമോഷണലാണ് എന്ന് പറയേണ്ടായി. എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അവർ ആക്ഷൻ എടുത്തു. ഈ ആക്ഷൻ എല്ലാത്തിനും എടുക്കാൻ പറ്റുമായിരുന്നു. മിനിഞ്ഞാന്ന് രാവിലെ ആശുപത്രി പോയപ്പോൾ ഈ പേഷ്യന്റിനെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തുകൂടെ? അവരവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആശുപത്രി ആംബുലൻസിൽ അവരെ കൊച്ചി കൊണ്ടുപോകാമായിരുന്നല്ലോ, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റ് മെഡിക്കൽ കോളേജിലോ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊണ്ടുപോകാമല്ലോ. ആരെങ്കിലും വില കേട്ടോ? എല്ലാ നിരുത്തരവാദിത്വവും ചെയ്ത് പിടിപ്പുകേടിന്റെ പര്യായമായി മാറി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ജനം പ്രതീക്ഷിക്കുമ്പോൾ ഇതെല്ലാം പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ്, ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ കുറെ മിടുക്കന്മാർ കേരളത്തിൽ മന്ത്രിമാരായിട്ടുണ്ട്. അവരെ ഓർത്ത് സഹതപിക്കല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അഡ്മിറ്റ് ചെയ്യാത്ത തുടർന്ന് നടപടിയെടുക്കാത്തതിനും ഈ ആലപ്പുഴ പ്രിൻസിപ്പളിനുൾപ്പെടെ പങ്കല്ലേ, അവർക്കെതിരെ നടപടി വേണ്ടേ? അല്ല, ആർക്കായാലും എനിക്കറിയില്ല. അല്ല, മന്ത്രി ആർക്കായാലും അത് സർക്കാർ എടുക്കേണ്ട നടപടിയിൽ ആർക്കെതിരെ എടുക്കണം, ആർക്കെതിരെ എടുക്കണം, അതൊക്കെ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കേണ്ടത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുക്കട്ടെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇപ്പൊ കണ്ടിരുന്നു, ഞാൻ ചിരിച്ചുപോയി. എത്ര നാളായിട്ട് DA കുടിശ്ശികയുണ്ട് കേരളത്തിൽ?
കേരളത്തിലെ DA കുടിശ്ശിക എത്ര നാളായി? കഴിഞ്ഞ പേഴ്സണലായിട്ട് എല്ലാവർക്കും കേരളത്തിലെ 2 വർഷമായിട്ട് DA കുടിശ്ശികയുണ്ട്. അവരുടെ കുടിശ്ശിക ഒരു വിഹിതം ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചതിനാണ്. അതും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ആ കുടിശ്ശിക കൊടുക്കുന്നത്. അതിന് എല്ലാവരുടെയും വ്യക്തിഗത നമ്പറുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കരുതൽ നിങ്ങളോട് ഉണ്ടെന്ന്. ഈ കരുതൽ ഇലക്ഷൻ വന്നപ്പോൾ മാത്രം ഉണ്ടായത് കേട്ടോ. കഴിഞ്ഞ കുറേ നാളായിട്ട് പാവപ്പെട്ട സർക്കാർ ജീവനക്കാരൻ DA കിട്ടുന്നതിന് വേണ്ടി ഓരോ വാതിലും കൊട്ടുകയായിരുന്നു. ശമ്പള കമ്മീഷൻ പുതുതായി ഉണ്ടാക്കാൻ വേണ്ടി വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും തുറക്കാത്ത വാതിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു DA കുടിശ്ശികയായിട്ട് ഒരു നക്കാപ്പിച്ച പോലെ കൊടുത്തു ഓർക്കും. ഏറ്റവും ഗൗരവതരമായ കാര്യം PR കമ്പനികളിൽ എടുത്തു കൊടുക്കുക. ഈ നമ്പർ എടുത്തിട്ട് PR കമ്പനികൾ കൊടുത്ത് അവർക്കൊരു മെസ്സേജ് അയക്കുക, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും, കരുതലോടെ ഉണ്ടാവും എന്ന് പറയാന്ന് പറയാം. ഇതിനെ പോലുള്ളൊരു ഗതികേട് വേറെ ഒന്നുണ്ട്. വ്യക്തിപരമായി ഡാറ്റ ദുരുപയോഗം ചെയ്യണം. പൂർണ്ണമായും ദുരുപയോഗമാണ്. ഡാറ്റ ദുരുപയോഗം അതിനകത്തുണ്ട്, അധികാര ദുർവിനിയോഗം അതിനകത്തുണ്ട്. മാത്രമല്ല ഇത് സത്യവുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ലല്ലോ. അസത്യപ്രചരണം. കൊടുക്കേണ്ട തുക മതിയായ സമയത്ത് കൊടുക്കാതെ അത് വൈകിപ്പിച്ചിട്ട് ഇലക്ഷന് മുമ്പ് കൊടുത്തിട്ട് ഇതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകാന്ന് പറഞ്ഞത് അത് അപഹാസ്യകരമായ കാര്യമാണ്. ഡാറ്റ ലീക്കേജാണ്, ഉണ്ടാക്കുകയാണ്. ഇതിന് സമാധാനം പറയണം മുഖ്യമന്ത്രി. ഇതിപ്പോ ഇവർക്ക് മാത്രമല്ല എല്ലാ ഗുണഭോക്താക്കളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേട്ടത് ഞങ്ങളുടെയൊക്കെ പാർട്ടിയിലത്തെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെസ്സേജ്, ഇത്തരം മെസ്സേജുകൾ. രോഹിത് പവാറോടുള്ള കൂടിക്കാഴ്ചയായി അജിത് പവാറിന്റെ ഒരു മരണത്തിന് വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുകയാണോ? റിപ്പോർട്ട് വരാതിരിക്കുകയാണ്, പ്രാഥമിക റിപ്പോർട്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഇത് പത്രസമ്മേളനം നടന്നിരുന്നു. ആ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ആ സംഭവമാണ്. പിന്നെ ഇത്തിരി രാഷ്ട്രീയമായിട്ട് ഈ CC മൈക്കിൽ നിന്നൊക്കെ മാറ്റി വെച്ചത് നിങ്ങളെന്നെ CC വെച്ചു, നിങ്ങളെന്നെ CC മാറ്റി വെച്ചു. കേസിയുടെ പനി പോലും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാണ്. മനസ്സിലായില്ലേ? ഞങ്ങളാരും അറിയില്ല CC 22-ാം തീയതി വെച്ചതായി. അവിടെ ആരെങ്കിലുമൊക്കെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവും, ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ CC ഒരിക്കലും തീരുമാനിച്ചില്ല. CC തീരുമാനിക്കുന്നത് നോട്ടീസ് ഒരാഴ്ച മുമ്പേ പോകണ്ടേ? നിങ്ങൾക്ക് അറിയുമായിരിക്കില്ല. ഒരാഴ്ച മുമ്പ് പോയാലേ CC മെമ്പേഴ്സിനോട് എത്താൻ പറ്റുള്ളൂ. CCക്ക് മുമ്പ് സ്ക്രീനിങ് കമ്മിറ്റി ആദ്യം ചേരണ്ടേ? കേരളത്തിലെ സ്ക്രീനിങ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് ചേർന്നിട്ടില്ലല്ലോ. ആദ്യം സ്ക്രീനിങ് കമ്മിറ്റി ചേർന്ന് അവർ പിന്നെ പാനലുണ്ടാക്കിയിട്ട് അത് സിംഗിൾ നെയിമൊക്കെ ആക്കാൻ പറ്റുന്ന സിംഗിൾ നെയിം ആക്കിയിട്ടല്ലേ അവർ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അതാഴ്ച കഴിഞ്ഞ് അത് നമ്മുടെ അടുത്ത് കിട്ടിയാൽ മാത്രമല്ല നമ്മൾ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഫിക്സ് ചെയ്തു. അപ്പോൾ അതൊക്കെ തെറ്റായ വാർത്തകളായിരുന്നു എന്നുള്ളത് ഞാൻ പറയും. അത് കൊടുക്കൂലെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുമോ കോൺഗ്രസിന്റെ? ഞങ്ങൾ അതിലേക്കാണ് പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ ഇപ്പം അന്തരീക്ഷത്തിലല്ലേ. എന്നാണത് വരുന്നത് ഇപ്പം ആർക്കും പറയാൻ പറ്റും. ഇന്ത്യയിലെ സാഹചര്യം ഇപ്പം അങ്ങനെയല്ല. എല്ലാ കാലത്തും ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ സമാജ്വാദി പാർട്ടി അടക്കം വിമർശിച്ചിട്ടുണ്ട്. ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. കാരണം രാജ്യത്തെ സ്ഥലം ശരിയായില്ല. അല്ല, അതൊക്കെ പിന്നെ എല്ലാ പാർട്ടിക്കും ഓരോരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 20 കൊല്ലം മുമ്പുള്ള കാലഘട്ടം അത് ഇവിടെ മാത്രമല്ല ലോകവേദിയിൽ 20 കൊല്ലം മുമ്പ് എടുത്താലും കോമൺവെൽത്ത് വേദിയിലുണ്ടാകുന്നത് അത് ഇന്റർനാഷണൽ ഇവന്റ് അല്ലായിരുന്നു. കോമൺവെൽത്ത് വേദി അന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ രാജ്യത്തിന് സറണ്ടർ ചെയ്തിരിക്കുകയാണ് അമേരിക്ക. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരെയും ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ അത് ഇന്തോ-US കരാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൃഷിക്കാർ ടെക്സ്റ്റൈൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എത്ര നെഗറ്റീവായി ബാധിക്കും. ഡാറ്റ, ഇപ്പം നമ്മൾ പറയുന്ന ഡാറ്റ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ഡാറ്റ തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ. ഇപ്പം ഇന്നലെ എന്താ സ്ഥിതി? അമേരിക്കൻ സുപ്രീം കോടതി പറയുകയാണ് കമ്പനി അധികാരമില്ല, ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ കരാറിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. മന്ത്രി പറയുന്നത് ഞങ്ങൾ ആലോചിച്ച് പറയാം. ഇതെന്തൊരു നാണക്കേടാണ്.
US പ്രസിഡന്റ് സുപ്രീം കോടതി വിധി വന്ന് കരാർ കുറച്ചിട്ട് പോലും ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് വി ആർ സ്റ്റഡിയിങ് ഇറ്റ്. അപ്പൊ ഇത്തരം രാജ്യത്തിന്റെ താല്പര്യങ്ങളെ തകർത്ത് സറണ്ടർ ചെയ്ത ഒരു കരാറിനെതിരായിട്ട് 5 യൂത്ത് കോൺഗ്രസ്സുകാർ, ചിലപ്പോൾ അവർ ഫാമിലി, കർഷകരുടെ ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കും, അവർക്കൊരു സ്പോണ്ടേനിയസ് നാച്ചുറൽ റിയാക്ഷൻ തോന്നി ഒരു നടത്തി. അപക്വമാണെന്നൊക്കെ പറയാമായിരിക്കും, പക്ഷെ അവർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു സറണ്ടർ കരാറ് ലോകത്തിന്റെ ശ്രദ്ധയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻഡോ US കരാറാണ്, അത് ഇന്ത്യ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അപമാനിക്കുന്നത്, മോഡി അപമാനിക്കുന്നത് കുഴപ്പമില്ല. മോഡിയുടെ ട്രംപിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളെയും കീഴടങ്ങുന്നത് പ്രശ്നമല്ല. 4 യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ അത് ഇന്ത്യ അപമാനിക്കലായി. കോമൺവെൽത്തിൽ ഇത് ചെയ്തപ്പോൾ അത് ഇന്ത്യ അപമാനിക്കലല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ആ കുട്ടികളെ കഴിഞ്ഞ 4 ദിവസമായിട്ട് 5-6 ദിവസമായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവരെ ജയിലിലടച്ച് വെള്ളവും കൊടുക്കില്ല, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അവരെന്തോ ക്രിമിനൽ കുറ്റവാളികൾ, ഭീകരവാദികളെ പോലെ അകത്താക്കിയിരിക്കുകയാണ്. ഇതിന് മാത്രം എന്താണ്? അവരൊരു ഇന്നത്തെ കാലത്ത് ജെൻസിയൊക്കെ ആയിട്ടുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികൾ അവരവരുടേതായ ഫോമിൽ ചില പ്രൊട്ടസ്റ്റൊക്കെ കാണിക്കും. ചില പറയാം സ്ഥലം തെറ്റിപ്പോയി, അതൊക്കെ പറയാൻ പറ്റും പക്വതയുള്ള ആളുകൾക്ക്. ഇപ്പോഴത്തെ യുവതലമുറ ചിന്തിക്കുമ്പോൾ ഇതാണ് വേണ്ടതെന്ന് തോന്നി, ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത് ചെയ്തേക്കാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ വിമർശിക്കുന്നവരായാലും ഈ കരാറിന്റെ കാര്യം പറയട്ടെ. പിന്നെ അവിടുത്തെ ഈ AI സമിറ്റ് തന്നെ എന്റെ അതിനെക്കുറിച്ച് നിങ്ങളാരും പറയും. കഴിഞ്ഞ 6 ദിവസം എന്തായിരുന്നു ഡൽഹിയുടെ സ്ഥിതി? അവിടെ വന്നവരുടെ സ്ഥിതി എന്തായിരുന്നു? ഇന്ത്യക്ക് ഭയങ്കര അംഗീകാരമാണെന്നാ പറയട്ടെ. ഇന്ത്യ എന്തെല്ലാം ഈവന്റുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. കോമൺവെൽത്ത് നടത്തിയിട്ടുണ്ട്, ഏഷ്യ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടത്തിയിട്ടുണ്ട് നമ്മൾ. അന്നൊക്കെ നമ്മൾ കാണിച്ച ആ ഒരു നിർവഹണ കാര്യശേഷി ഇവിടെ കണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വിമർശിക്കുന്നവരെയൊന്നും ഞാൻ തള്ളിക്കളയാക്കില്ല. അവരുടെ വിമർശനത്തെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അവരും മനസ്സിലാക്കണം ഈ വിഷയം, ആരും ഈ വിഷയത്തെ തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയം ഗൗരവതരമായ വിഷയമാണ്. അത്തരം കുട്ടികൾ, ആ കുട്ടികൾ കൃഷിക്കാരുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ ഓർത്തുണ്ടാകുന്ന സങ്കടം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അതിന് ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കാനാണ് എല്ലാവരും തയ്യാറാവേണ്ടത്. അല്ലാതെ അവരെ വീണ്ടും വീണ്ടും പീനലൈസ് ചെയ്ത് ശിക്ഷിച്ച് തകർക്കുകയല്ല വേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ. KC ഒരൊറ്റ ചോദ്യം കൂടെ. ഈ PK കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധിയായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ലീഗ് ഇന്നലെ നടത്താനുള്ള കൂടിക്കാഴ്ച അവസാന നിമിഷം മാറ്റിയത് എന്ത്? എനിക്ക് അത് ഈ വാർത്ത ഉണ്ടാക്കുന്നു, വാർത്ത ഇല്ലാതാക്കുന്നു എല്ലാം നിങ്ങൾ തന്നെ. അല്ല, കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഡൽഹിയിൽ വരാനിരുന്നതല്ലേ? അല്ല അത് ഡൽഹിയിൽ വരാനിരുന്ന വെച്ചാൽ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട് 28-ാം തീയതി അവിടെ. അവർ പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ പങ്കെടുക്കണം ആഗ്രഹിക്കുന്നു, ഇൻവിറ്റേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനപ്പുറം ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് എപ്പോൾ വന്നാലും കാണാം രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ. കേരളത്തിൽ വെച്ച് ഒറ്റയ്ക്ക് വേണ്ട, അവർ കാണുന്നതിന് സംശയമില്ല. കേരളത്തിൽ പോയാലും എല്ലാ പ്രാവശ്യവും കാണാറുണ്ട്. അല്ല, കേരളത്തിൽ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം ലീഗ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. അങ്ങനെയൊന്നും അവർക്കില്ല. ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്ന വഞ്ചിയാണ്. അതിന് ചേർന്ന് കുറെ നാളായിട്ട് പറയുന്നത് സഹോദരൻ പോയവര് പോകുന്നത് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവസരവാദത്തിൻ്റെ പേരിലും. അതിനൊന്നും കോൺഗ്രസ് പാർട്ടി കാണാം.